നവരസ ടീമിലെയും മഞ്ജു അങ്ങനെ PR ടീമൊക്കെ കൃത്യമായി പടത്തിന് ശേഷം തിയേറ്റർ വിസിറ്റ് പോകണം ചാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ കുട്ടികളുടെ ഈ സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും ഇപ്പം ഗണപതിയുടെ ബ്രദർ ചിദംബരത്തിൻ്റെ ബാലൻ ഫിലിം നടക്കുകയാണ്, സാഗർ സൂര്യയുടെ ഭൗമ എന്ന പടം ഷൂട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തി ചെയ്താലും എല്ലാവരും ടെക്നീഷ്യന്മാർ ശ്രീഹരി എല്ലാവരും സമയം സ്ട്രെയിൻ ചെയ്ത് അത് വേണമെങ്കിൽ ഇവർക്ക് ഒഴിയാം. നമുക്ക് ഇവരോട് ചീത്ത പറയുമ്പോൾ 1-2 പ്രാവശ്യം ചേട്ടാ ഇനി സമയമില്ല എന്ന് പറയാം. ഇവർ സ്വമേധയാലെ വിളിച്ച് നമുക്ക് ഇന്ന തിയേറ്ററിൽ പോകണ്ടേ അങ്ങനെ പോകേണ്ട ഓരോ തിയേറ്ററിലും പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ച് അത് ഇവർക്ക് ഈ പടത്തെ ഷൂട്ട് ചെയ്യും. ഞാൻ കുറേ പടങ്ങൾ ചെയ്തെങ്കിലും ചില പല പടങ്ങൾക്ക് ഒരു രസമുണ്ടായിരുന്നു. ചില പടങ്ങളിൽ ചിലപ്പോൾ പല കാരണം കൊണ്ട് അത്ര ഒരു വൈബ് കിട്ടില്ല, അതാരും. പക്ഷേ ഇതിൽ അതിനൊക്കെ ഒരു ദൈവാധീനം ബ്ലെസ്സിങ്സുള്ള പടമായിരുന്നത്. എല്ലാ രീതിയിലും നമ്മൾ നല്ല മഴക്കാലത്താണ് ഷൂട്ട് ചെയ്തത്, ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ. അന്നും മഴ പോലും ഞങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടീമും ടെക്നീഷ്യന്മാരെല്ലാവരും വളരെ ഒരു പോസിറ്റീവ് വൈബോടുകൂടി സ്റ്റോൺ ബെഞ്ചിൻ്റെ കമ്പനി വന്നു. അവരും നമ്മളെക്കാളും വലിയ കമ്പനിയായിട്ട് നമ്മൾ അത്ര ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എല്ലാവരും കമ്മ്യൂണിക്കേഷൻ. ഞാനും ശ്രീക്ക് നമ്മൾ 2005 മുമ്പുള്ള പരിചയമാണ്. ഒരു ബ്രദറിനെ പോലെ എല്ലാ കാര്യം തുറന്ന് പറയാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ചെയ്തു. അപ്പം ചില പടങ്ങളിൽ ചിലപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് വേറെ പടങ്ങൾ വന്നിട്ടുണ്ടാവാം, അതിൻ്റെ ഷൂട്ടിംഗ് ഡിസ്റ്റർബ് ചെയ്യാതെ ചിലപ്പം എല്ലാത്തിനും വരാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുറച്ച് പ്രായമുള്ള ആർട്ടിസ്റ്റൊക്കെ ആകുമ്പം ഇത്രത്തോളം ടെമ്പോ ട്രാവലിംഗ് കയറി ഇടിച്ചു പിടിച്ച് വരാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവില്ല. ഇവർ പിന്നെ ചെറിയ പിള്ളേർ എവിടെയാണ് ഓടി കയറാം, ചാടി കയറാം, തിയേറ്ററിലൊക്കെ സ്റ്റെപ്പ് ഓടി കയറാം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും യൂത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും നമുക്ക് കിട്ടി.